നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ, ഞാനിവിടെ ഉണ്ട്. എത്താറായോ? ദേ വരുന്നു. എന്തിനാ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ? ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ. വീട്ടിൽ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ല അങ്കിളെ. എന്റെ ഹസ്ബൻഡും കുഞ്ഞമ്മയൊക്കെ നിങ്ങളുടെ അടുത്ത ആൾക്കാരല്ലേ. ഓ, അപ്പൊ അവരാരും അറിയാൻ പാടില്ലാത്ത കാര്യമാണ് സംസാരിക്കാനുള്ളതല്ലേ? അതെ, തൽക്കാലം ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്നാലേ നമുക്ക് അങ്ങോട്ട് നിന്ന് സംസാരിക്കാം. നമുക്ക് സുശീലാന്റിയെ ജയിലിൽ നിന്ന് ഇറക്കണോ അങ്കിളെ? അല്ല, അതൊക്കെ സുശീലയുടെ മക്കള് ചെയ്യേണ്ട കാര്യമല്ലേ ഹർഷേ? അവർക്കില്ലാത്ത തന്നെ നമുക്കെന്തിനാ? മക്കൾക്ക് അമ്മയെ രക്ഷിക്കണമെന്നൊക്കെ ഉണ്ട് അങ്കിൾ. മരുമക്കളെ പേടിച്ചാ അവരത് ചെയ്യാത്തത്. സുശീലാന്റി മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിലും പ്രതിഭയുടെ വയറ്റിലെ കുഞ്ഞ് നഷ്ടപ്പെട്ടല്ലോ. മനഃപൂർവ്വം അല്ലെങ്കിലും നഷ്ടം തന്നെയല്ലേ ഹർഷേ? അത് സമ്മതിച്ചു. പക്ഷേ ഇനിയും പ്രതിഭ ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടതും കുടുംബജീവിതം നയിക്കേണ്ടതും സുശീലാന്റിയുടെ വീട്ടിൽ തന്നെയാണെന്ന് ഓർക്കണം. പിന്നെ എന്തായാലും ഈ ഒരു കേസിൽ സുശീലാന്റിയെ കോടതി തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. മക്കള് ജാമ്യത്തിൽ ഇറക്കിയില്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സഹായത്തോടെ സുശീലാന്റി ജാമ്യത്തിലിറങ്ങും. പക്ഷേ മക്കളാരും ഇനി സുശീലയെ വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ചുമ്മാതാ. സുശീലാന്റിയുടെ വീട്ടിൽ അവരെ കയറ്റില്ലെന്ന് പറയാൻ മക്കൾക്കെന്താ അധികാരം? സുശീലാന്റിയെ ആ വീട്ടിൽ തന്നെ ജീവിക്കും. മക്കൾക്ക് അതിനോട് യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരായിരിക്കും പുറത്തു പോകേണ്ടി വരുന്നത്. അല്ല, അവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ സുശീലയെ ജാമ്യത്തിൽ ഇറക്കണമെന്ന് ഹർഷ പറയുന്നത്? അല്ല, അവരെ ജയിപ്പിക്കാൻ വേണ്ടിയേ. അമ്മയുടെ തെറ്റുകൾ ക്ഷമിച്ച് മക്കൾ അവരെ ജാമ്യത്തിലിറക്കിയ സുശീലാന്റിക്ക് എന്നും ആ നന്ദി മക്കളോടുണ്ടാവും. അതല്ല, മറ്റാരുടെയെങ്കിലും സഹായത്താലാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ സുശീലാന്റിയുടെ സ്വഭാവം വെച്ച് മക്കളെ അവര് മരണം വരെ വെറുക്കും. അത് ഹർഷ പറഞ്ഞത് ശരിയാ. സുശീലയെ വല്ലാതെ നോവിക്കാതിരിക്കുന്നതായിരിക്കും മക്കൾക്കും മരുമക്കൾക്കും നല്ലത്. അത് ശരിയാ. പക്ഷേ അനുപമ ഒരിക്കലും സുശീലാന്റിയെ ജാമ്യത്തിലിറക്കാൻ ഇന്ദ്രനെ അനുവദിക്കില്ലെങ്കിൽ അവളാണിപ്പോ അമ്മയ്ക്കും മക്കൾക്കും ഇടയിൽ ഒരു വൻമതിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. അത് അങ്കിളിന്റെ മകളെ കൂടി ദോഷകരമായി ബാധിക്കും. അവളും ഒരു മരുമകളാണല്ലോ. അത് ശരിയാ. മക്കൾ അമ്മയെ സഹായിക്കാതിരിക്കുമ്പോ അത് മരുമക്കളുടെ എതിർപ്പ് കൊണ്ടാണെന്നേ ഏതൊരമ്മയും വിചാരിക്കും. എന്റെ മകൾക്ക് അല്ലെങ്കിലേ അവിടെ കഷ്ടനഷ്ടങ്ങളേ ഉള്ളൂ. ഇനി സുശീലയെ വെറുപിടിപ്പിച്ച് ജീവിതം വെറുപ്പിച്ച് ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. അല്ല, സുശീലയെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് ഹർഷ തന്നെ പറ. ഞാൻ അതുപോലെ ചെയ്തോളാം. അങ്കിളിന്റെ മകൾ അടക്കമുള്ളവരെ കുടുംബത്തിലെ മുതിർന്ന ആളിന്റെ സ്ഥാനത്ത് നിന്ന് അങ്കിള് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മയോട് പകവയ്ക്കരുതെന്നും അത് മക്കൾക്ക് നാളെ ദോഷം ചെയ്യുമെന്നും അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പിന്നെ സോനയ്ക്ക് അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അവൾ അങ്കിളിനെ അനുകൂലിക്കും. ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇന്ദ്രനായിരിക്കും.
അതുകൊണ്ട് ബാക്കിയുള്ളവർ അനുകൂലമായതിനു ശേഷം വേണം ഇന്ദ്രനെ കാണാൻ. അവർക്ക് അമ്മ പുറത്തിറങ്ങുന്നതിൽ എതിർപ്പില്ലാതിരുന്നാൽ മാത്രം ജാമ്യത്തിലെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തോളാം. സുശീലാന്റി ഇറങ്ങി വരുമ്പോൾ അവരെ നാട്ടുകാർ അംഗീകരിക്കണമെന്നില്ല. പക്ഷേ വീട്ടുകാർ അവരെ കൈവിടരുത്. അതിനുവേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. പിന്നെ സുധനങ്ങളിന് മാത്രമേ ഈ വിഷയം ആ കുടുംബത്തിൽ പോയി സംസാരിക്കാൻ കഴിയുള്ളൂ എന്ന് എനിക്കറിയാം. ശരി ഹർഷ, ഇത് ഞാൻ ചെയ്തോളാം. സുശീലയോടും മക്കളോടും എനിക്കും ചില കടപ്പാടുകളൊക്കെയുണ്ട്. നമുക്ക് ആ അമ്മയും മക്കളെയും വീണ്ടും ഒരുമിപ്പിക്കാൻ പറ്റുമെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം. എത്രയായി? 100. ശരി. അങ്കിളായിരുന്നോ? വാങ്ങളെ. ആരാ മഞ്ചേടി? ലംബോദരനങ്ങളെ ചേച്ചി. നമസ്കാരം. സുഖമാണല്ലോ അല്ലേ? ഓ, ഇങ്ങനൊക്കെ പോകുന്നങ്ങളെ. അല്ല, ലതികാന്റി വന്നില്ലേ? ഇല്ല, വന്നിട്ടില്ല. അവളും കൂടി വരുമ്പോ വീട് പൂട്ടി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി. മാഷിനെ മക്കളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അയ്യോ, അച്ഛനിവിടെ ഇല്ലല്ലോ അങ്കിളെ. അല്പം മുൻപ് പുറത്തോട്ട് ഇറങ്ങേ. ആണോ? ആർഷമോളും ഭദ്രമോളും ഇത്ര നേരം കളിക്കായിരുന്നു. ഇപ്പോഴാ പാലും കുടിച്ച് ഉറങ്ങിയത്. അത് കുഴപ്പമില്ല. ഞാനെന്തായാലും മാഷിനെ ഒന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ആ, ഇതാ മോളെ, ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി വാങ്ങിയതാ. ഇത് അങ്ങോട്ട് വെച്ചേക്ക്. മാഷുടനെ വരുമായിരിക്കും അല്ലേ? ആ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അങ്കിളെ. അങ്കിളിരിക്കെ. ആ. എടി, നീ ചായക്ക് വെള്ളം വെക്ക്. ശരി ചേച്ചി. വണ്ടി വർക്ക്ഷോപ്പിൽ ഇന്ന് തന്നെ കയറ്റിക്കോ ശ്യാം. ഫിറ്റ്നസ് കിട്ടാതെ ട്രിപ്പ് എടുക്കാൻ പറ്റില്ലല്ലോ. ഇന്ദ്രേട്ടനിടുന്ന പൈസ ഞാൻ ട്രാവൽസിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. ഇന്ദ്രേട്ടനോട് നമ്മളത് ചോദിച്ചത് ശരിയായില്ല. അല്ലാതെ തന്നെ ഇന്ദ്രേട്ടൻ അത് തിരിച്ചു തരുമായിരുന്നു. ഇന്ദ്രേട്ടൻ തരില്ലെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ശ്യാം നമ്മൾ ചോദിച്ചത്.